രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെ അവരുടെ മുഴുവൻ പൊതുപ്രവർത്തന ജീവിതത്തെയും റദ്ദു ചെയ്യുന്ന തരത്തിൽ നിന്ദിക്കുന്നത് കാലങ്ങളായി കണ്ടുവരുന്ന രീതിയാണ്. KR ഗൗരിയമ്മ തൊട്ടുള്ളവർ അതിന് എല്ലാ കാലത്തും ഇരകളായിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീക്കെതിരെ നടക്കുന്ന അവഹേളന പരാമർശത്തിന്റെ ഇര പ്രതിഭയാണ്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥിയായ പ്രതിഭയ്ക്കെതിരെ കടുത്ത അധിക്ഷേപ പരാമർശം നടത്തിയത് മുസ്ലിം ലീഗ് നേതാവ് A. ഇർഷാദ്. കായംകുളത്ത് വെച്ച് നടക്കുന്ന UDFിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലായിരുന്നു ദേഹനിന്ദ നടത്തിക്കൊണ്ടുള്ള സ്ത്രീ വിരുദ്ധ പ്രസ്താവന. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാക്ക് ചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. പ്രതിഭയ്ക്കെതിരായ മോശം പരാമർശത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്ന് CPM നേതാവ് CS സുജാത നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും സുജാത അറിയിച്ചു. സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്താണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളവരെ ഈ രൂപത്തിൽ അപമാനിക്കാനും ആക്ഷേപിക്കുവാനും വളരെ മോശപ്പെട്ട പദപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ഇതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. പരാജയ ഭീതി പൂണ്ട UDF ഈ രൂപത്തിലുള്ള അധിക്ഷേപവുമായി ഇറങ്ങിത്തിരിച്ചാൽ അവിടുത്തെ ബഹുജനങ്ങൾ, മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാരായിട്ടുള്ള സ്ത്രീകളടക്കം ശക്തമായിട്ടുള്ള മറുപടി ഇതിന് കൊടുക്കുക തന്നെ ചെയ്യും. അമൽ സുരേന്ദ്രൻ നൽകും ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. അമലെ, ഈ പറഞ്ഞതുപോലെ പൊതുപ്രവർത്തന ജീവിതത്തെ, അവരുടെ രാഷ്ട്രീയ ജീവിതത്തെ എല്ലാം അപ്പാടെ റദ്ദ് ചെയ്തുകൊണ്ട് കളയുന്ന ഒരു പരാമർശമാണ് ലീഗ് നേതാവ് ഇന്ന് നടത്തിയത്. അത് അങ്ങേയറ്റം അവഹേളനം എന്ന് മാത്രമല്ല, സ്ത്രീ വിരുദ്ധതയാണ്, മനുഷ്യവിരുദ്ധതയാണ്. ഇതിലിപ്പോൾ സുജാത അടക്കമുള്ളവർ പറയുന്നു നിയമ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകുമെന്ന്. വിവരങ്ങൾ അരുണ്യ, കായംകുളത്ത് നിന്ന് പ്രതിഭയ്ക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള അങ്ങേയറ്റം മനസാക്ഷിക്ക് പോലും ഒറ്റും നിരക്കാത്ത അധിക്ഷേപകരമായിട്ടുള്ള ഈ ഒരു പ്രസ്താവനയുടെ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് മലയാളമാണ്. ഏതായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആലപ്പുഴയുടെ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ചും കായംകുളത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ വൈകിട്ടാണ് കായംകുളത്തെ UDFിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് UDF കൺവീനറായിട്ടുള്ള A. ഇർഷാദ്, അദ്ദേഹം UDFിന്റെ നേതാവാണ് എന്നതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ കായംകുളത്തെ സമുന്നത നേതാവാണ്. കായംകുളത്തെ മുനിസിപ്പാലിറ്റിയുടെ 1-ാം വാർഡിൽ നിന്ന്, 1-ാം ഡിവിഷനിൽ നിന്ന് കഴിഞ്ഞ തവണ മത്സരിച്ച വ്യക്തിത്വമാണ്. ഈ മുസ്ലിം ലീഗിന്റെ ചിഹ്നത്തിൽ തന്നെ, ഔദ്യോഗിക ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിച്ചത്. അങ്ങനെ ഒരാളിൽ നിന്നാണ് നിറഞ്ഞ സദസ്സിൽ വെച്ച് 2 തവണ കായംകുളത്തിന്റെ MLA ആയ, ഇപ്പോഴും സിറ്റിംഗ് MLA ആയിട്ടുള്ള പ്രതിഭയ്ക്കെതിരായിട്ട് ഇത്തരത്തിൽ അവഹേളനപരമായിട്ട് ഒരു ദേഹനിന്ദ നടത്തുന്ന പ്രകാരത്തിൽ ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. വാക്ചാതുര്യവും മെയ്യഴകും വിൽപ്പനയ്ക്ക് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് പ്രതിഭ എന്നാണ് അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. ആ പ്രസംഗത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരും തന്നെ ഇതിനെതിരായിട്ട് ഒരു അക്ഷരം പോലും പറയുകയോ അദ്ദേഹത്തിനെ തിരുത്താൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ ഒരു വിഷയത്തിലാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള CS സുജാത അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അങ്ങേയറ്റം മോശപ്പെട്ട വാക്കുകളാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും UDF പോലൊരു സംഘടനയിൽ നിന്ന്, അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് ഇത്തരത്തിൽ നിന്ദ്യമായൊരു വാക്യം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രയോഗമുണ്ടായി. അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഇത്തരത്തിൽ പ്രതിഭയെ അവഹേളിച്ചവർക്കെതിരെ നിയമപരമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും CS സുജാത തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും വനിതാ കമ്മീഷൻ അടക്കമുള്ള ഇടങ്ങളിൽ പരാതി കൊടുക്കുവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിഭ MLA മാധ്യമങ്ങളെ കാണും. അവർ ഈ വിഷയത്തിലുള്ള അവരുടെ പ്രതികരണം വ്യക്തമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, പ്രത്യേകിച്ചും ഇന്നലെയാണ് ലിജു, UDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ലിജു വിതുമ്പുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കായംകുളത്ത് നിന്ന്. കായംകുളത്ത് ഇദ്ദേഹം തുടർച്ചയായും പരാജയപ്പെടുന്ന MLA ആണ് താനെന്ന് പലരും പറഞ്ഞ് തന്നെ അവഹേളിക്കുന്നത് തനിക്ക് മനോവിഷമം ഉണ്ടാക്കുന്നു എന്ന് പൊതുവേദിയിൽ വിതുമ്പിയ ലിജുവിനെ നമ്മൾ കണ്ടതാണ്. ലിജു മണ്ഡലത്തിന്റെ, കായംകുളം മണ്ഡലത്തിൽ തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പാളയത്തിൽ നിന്ന് തന്നെ ലിജുവിന് ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അരുണ്യ, അമൽ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.